السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായമായ സൂറത്തുൽ കൗസർ, അതല്ലെങ്കിൽ സൂറത്തു ഇന്നാ അഅ്തൈനാക എന്ന് അറിയപ്പെടുന്ന അധ്യായം. എന്താണ് ആ കൊച്ചു അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പാഠം എന്ന് നാം ഗ്രഹിച്ചിരിക്കേണ്ടതും അതിനെ സംബന്ധിച്ച ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മക്കിയായ സൂറത്താണെന്നും മദനിയായ സൂറത്താണെന്നും അഭിപ്രായമുള്ള ഒരധ്യായമാണ് സൂറത്തുൽ കൗസർ. അഥവാ ഹിജറക്ക് മുമ്പ് അവതീർണമായതാണോ ഹിജറക്ക് ശേഷം മദീനയിൽ വെച്ച് അവതീർണമായതാണോ എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മക്കിയായ സൂറത്താണ് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. ഈ അധ്യായത്തിനുള്ള മറ്റൊരു പ്രത്യേകത, ഇത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായം ചെറിയ സൂറത്ത് എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു മറുപടി, ഇതിൽ 3 ആയത്തുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ അധ്യായം ചെറിയ അധ്യായമായി, സൂറത്തായി അറിയപ്പെടുന്നത് എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ അത് ശരിയല്ല. കാരണം 3 ആയത്തുകളുള്ള വേറെയും സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ സൂറത്തുൽ അസ്ർ, അതിൽ 3 ആയത്തുകളെ ഉള്ളൂ. ഇനി വിശദീകരിക്കാനിരിക്കുന്ന ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നസ്ർ, അതിലും 3 ആയത്തുകളെ ഉള്ളൂ. ഈ കൗസറിലും 3 ആയത്തുകളാണുള്ളത്. അപ്പൊ 3 ആയത്തുകളുള്ള സൂറത്താണ് ഏറ്റവും കൊച്ചു സൂറത്ത് എന്നറിയപ്പെടുന്നതെങ്കിൽ, സൂറത്തുൽ കൗസർ മാത്രമല്ല ഏറ്റവും ചെറിയ സൂറത്തായിട്ട് സൂറത്തുൽ അസ്റിനെയും സൂറത്തുൻ നസ്റിനെയും എണ്ണേണ്ടി വരും. എന്നാൽ അതല്ല ഇത് ഏറ്റവും ചെറിയ അധ്യായമായി വിശുദ്ധ ഖുർആനിൽ അറിയപ്പെടാൻ കാരണം, ഇതിലടങ്ങിയിട്ടുള്ള കെലിമത്തുകൾ, പദങ്ങൾ വളരെ കുറവാണ്. പദങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പദങ്ങളുടെ എണ്ണം ചുരുക്കമാകുമ്പോൾ സ്വാഭാവികമായും ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ എണ്ണവും കുറയും. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ കെലിമത്തുകൾ അഥവാ പദങ്ങളും അക്ഷരങ്ങളും ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഒരധ്യായമാണ് സൂറത്തുൽ കൗസർ. അതുകൊണ്ടാണ് ഈ അധ്യായം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായി അറിയപ്പെടുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മാനസികമായി പ്രയാസപ്പെടുത്തുവാനും
അതുപോലെ തന്നെ അവിടുത്തെ ശാരീരികമായി ഉപദ്രവിക്കുവാനും പല നിലക്ക് അവിടുത്തെ മനസ്സിനെയും അവിടുത്തെ ഇസ്ലാമിക പ്രബോധനത്തെയും കൊച്ചാക്കുവാനും പരിഹസിക്കുവാനും തടസ്സപ്പെടുത്തുവാനും അതിന്റെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ വലിച്ചിടാനുമൊക്കെ ശത്രുക്കൾ ഏറെ ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവർ അവസരം കിട്ടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനെ വ്രണപ്പെടുത്താറുമുണ്ടായിരുന്നു. അവിടുത്തെ മനസ്സിനത് വേദനയും തോന്നാറുണ്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അതിന് മറുപടി പറയാറുള്ളത്. അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വചനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ വാദമുഖങ്ങളെ കൃത്യമായി തന്നെ അതിന്റെ അടിവേരറുക്കുകയാണ് പതിവുള്ളത്. നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞ സൂറത്തുൽ ദുഹ എന്ന അധ്യായത്തിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന ആയത്ത് വിശദീകരിച്ചിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയാണ് ആ വചനം എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സൂറത്ത് ഇൻഷിറാഹ് അലം നശ്റഹ് ലക സദറക് എന്നറിയപ്പെടുന്ന സൂറത്തു ശറഹ് ആ അധ്യായത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് ശത്രുക്കൾ ഏൽപ്പിച്ചിട്ടുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ അവിടുത്തേക്ക് ആശ്വാസവും അതുപോലെ തന്നെ ഏറ്റവും മാനസികമായ പ്രത്യേകമായ ഒരു സന്തോഷവും പ്രദാനം ചെയ്യുന്ന നിലക്കുള്ള അധ്യായങ്ങളായിരുന്നു. വിശുദ്ധ ഖുർആനിലെ വേറെയും ആയത്തുകളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറ്റപ്പെടുത്തിയ, ആക്ഷേപിച്ച, ശകാരിച്ച ആളുകളുടെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി അല്ലാഹുവിന്റെ റസൂൽ അല്ല പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറയുന്ന ഓരോ ശകാരങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും റബ്ബ് തന്നെ നേരിട്ട് മറുപടി എന്ന് പറയാറാണ് പതിവുള്ളത്. ആ കൂട്ടത്തിൽ ഒരു അധ്യായമാണ് സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നിശ്ചയമായും നബിയെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, അവിടുത്തെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് വലിയ ആശ്വാസവും പകരുന്ന നിലക്കുള്ള വചനങ്ങളാണിത് എന്ന് അള്ളാഹു പറയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായും നാം നിനക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഇന്നാ, നിശ്ചയമായും നാം, അള്ളാഹു പറയാണ്, അഅ്തൈനാക, നിനക്ക് നൽകിയിരിക്കുന്നു, നാം നിനക്ക് നൽകിയിരിക്കുന്നു, അൽ കൗസറ, കൗസർ നൽകിയിരിക്കുന്നു, കൗസർ നൽകിയിരിക്കുന്നു. അൽ കൗസർ, ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. വിശദീകരിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാന ഭേദങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കൂ. അതുപോലെ തന്നെ വൻഹർ, നീ അവന് വേണ്ടി ബലിയറുക്കുകയും ചെയ്യുക. നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും അവന് വേണ്ടി നീ ബലിയറുക്കുകയും ചെയ്യുക. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഇന്ന ശാനിഅക, നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ, നിന്നോട് കോപം വെച്ചു പുലർത്തുന്നവൻ, നിന്നോട് വലിയ ഈർഷ്യതയും പകയുമൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നവൻ, ഹുവൽ അബ്തറു, അവൻ തന്നെയാണ് ഭാവിയില്ലാത്തവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ, അവൻ തന്നെയാണ് ഒരിക്കലും ഭാവിയിൽ അറിയപ്പെടാതെ പോകുന്നവൻ. ഇതൊക്കെ അതിന്റെ ഉദ്ദേശ അർത്ഥങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അവിടുത്തെ ആക്ഷേപിക്കുന്ന ശത്രുക്കളുടെ പരാജയത്തെയും പറഞ്ഞു. അതാണ് ഈ സൂറത്തിലെ ഏറ്റവും വലിയ കൃത്യമായ പ്രമേയം. ഇനി നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല പറയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അൽ കൗസർ, നിനക്ക് നാം നൽകിയിരിക്കുന്നു. കൗസർ, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ
ഏറ്റവും പ്രസിദ്ധമായ പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഏത് വ്യാഖ്യാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും എതിരല്ല. ധാരാളം നന്മകൾ എന്ന മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാം പെട്ടു. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണ മധ്യേ ആ നന്മകളെ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ ഏതാണ് ആ നന്മ, ആ നന്മ മാത്രമല്ല എല്ലാ നന്മകളും പെടും. എന്നാൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ചില നന്മകളുണ്ട്. പ്രത്യേകം നബിക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളായിക്കൊണ്ട് എടുത്തു പറയേണ്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സ്വർഗത്തിലെ ഒരു നദിയാണത് നഹ്റുൻ. കൗസർ എന്ന് പറഞ്ഞാൽ, അൽ കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഒരു നദിയുടെ പേരാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടൊന്നിച്ച് പള്ളിയിൽ ഇരിക്കുകയായിരുന്നപ്പോൾ അവിടുത്തേക്ക് ഒരു ബോധക്ഷയം സംഭവിച്ചു. ഒരു അബോധാവസ്ഥയിലായി, ഒരു മയക്കം അവിടുത്തേക്ക് ബാധിച്ചു. പിന്നീട് അവിടുന്നതാ പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തി കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ ചിരിപ്പിച്ച വസ്തുത എന്താണ്? എന്തേ അവിടുന്ന് ചിരിക്കാൻ കാരണം? ഖാല, അവിടുന്ന് പറഞ്ഞു, ഉൻസിലത്ത് അലയ്യ ആനിഫൻ സൂറ, അതാ എനിക്കിറക്കപ്പെട്ടിട്ടുള്ള, എന്നിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് ഓർത്തുകൊണ്ടാണ്. ഫഖറഅ, എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതങ്ങ് പാരായണം ചെയ്തു. സുമ്മഖാല, എന്നിട്ട് അവിടുന്ന് ചോദിച്ചു സഹാബിമാരോട്, അതദറൂന മൽ കൗസർ, അൽ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനാണ് അതിനെക്കുറിച്ച് അറിയുക. ആ റബ്ബിന്റെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ റസൂലിനുമാണ് അത് അറിയുക. ഏറ്റവും അറിയുന്നവര് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജല്ല അലൈഹി ഖൈറുൻ കസീർ ഹുവ ഹൗളുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ ആനിയതുഹു അദദൻ നുജൂം. എന്താണ് കൗസർ എന്ന് വിശദീകരിക്കുകയാണ്. ഫഇന്നഹു നഹ്റുൻ, അതൊരു നദിയാണ്, അതൊരു നദിയാണ്. വഅദനീഹി റബ്ബി അസ്സ വജല്ല, പരിശുദ്ധനായ എന്റെ രക്ഷിതാവ് എനിക്ക് ഓഫർ നൽകിയിട്ടുള്ള നദിയാണത്. അലൈഹി ഖൈറുൻ കസീർ, അതിന്മേൽ ധാരാളം നന്മകൾ കുടികൊള്ളുന്ന നദിയാണത്. ഹുവ ഹൗലുൻ, അതൊരു തടാകമാണ്, അതൊരു തടാകമാണ്. തരിദു അലൈഹി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ആളുകൾ അതിന്റെ അടുക്കൽ വരും. ആ തടാകത്തിന് സമീപത്ത് എന്റെ സമുദായത്തിലെ മെമ്പർമാര് വരും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ആ തടാകത്തിനരികിൽ വരും. ആനിയതുഹു, അതിലെ പാത്രങ്ങളുടെ എണ്ണം, അതിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കാൻ ഉപയുക്തമാകുന്ന പാത്രങ്ങളുടെ എണ്ണം അദദുൻ നുജൂം, ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? അത് എണ്ണമറ്റ രൂപത്തിലുള്ള പാത്രങ്ങളാണ് അതിന്റെ കരയിൽ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ നെഹ്റുന്നും വിശേഷിപ്പിച്ചു, ഹൗലുന്നും വിശേഷിപ്പിച്ചു. അൽ കൗസർ നെഹ്റാണ്, നദിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതേ ഹദീസിൽ തന്നെ അടുത്ത ഭാഗത്ത് ഹുവ ഹൗലുൻ എന്നും പറഞ്ഞു. അത് തടാകമാണ്, നദിയുമാണ്, തടാകവുമാണ്. കുറച്ചുകൂടി വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിന്റെ പൊരുൾ മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നഹ്റുൻ അളീം ഉഅതിയഹു നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ശാതിഅഹു അലൈഹി ദുർറുൻ മുജവ്വഫുൻ ആനിയതുഹു കഅദദിൻ നുജൂം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അതൊരു വലിയ നദിയാണ്, ഒരു മഹത്വമുള്ള വമ്പിച്ച നദിയാണത്. നിങ്ങളുടെ നബിക്ക് നൽകപ്പെട്ട ഒരു നദിയാണത്, ഒരു പുഴയാണത്. ശാതിഅഹു, അതിന്റെ ഇരുകരകളും അലൈഹി ദുർറുൻ മുജവ്വഫുൻ, പൊള്ളയായി നിൽക്കുന്ന മുത്തുകളുടെ കൊട്ടാരങ്ങളാണ് അതിന്റെ ചുറ്റുമുള്ളത്.
മുത്തുകൾ കൊണ്ട് തീർത്തിട്ടുള്ള ഉള്ളുകൾ, പൊള്ളയായ മുത്തുകൾ കൊണ്ട് തീർത്തിട്ടുള്ള രൂപത്തിലുള്ള ആ മുത്തുകളാണ് അതിന്റെ കരയിലൊക്കെയുള്ളത്. അതിലിരുന്നു കൊണ്ടാണ് ആനന്ദത്തോടെ അത് കാണുന്നത്, അത് മുഅ്മിനീങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത്. ആനിയതുഹു കഅദദിൻ നുജൂം, അതിലെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണങ്ങൾക്ക് സമാനമാകുന്നു. അവിടെയും മഹദി അങ്ങനെയാണ് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അൽ കൗസറു നഹറുൻ ഫിൽ ജന്ന ഹഫതാഹു ദഹബുൻ വഫില്ലത്തുൻ യജ്രി അലൽ യാഖൂതി വദ്ദുരി മാഉഹു വബിയളു മിനസ് സൽജി വഅഹ്ലാ മിനൽ അസൽ. കൗസർ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ഒരു നദിയാണ്. അതിന്റെ ഇരു കരകളിലും സ്വർണവും വെള്ളിയുമാണ്. യജ്രി അലൽ യാഖൂതി വദ്ദുരി, അതിലെ വെള്ളം ഒഴുകുന്നത് പവിഴത്തിന്റെയും മുത്തിന്റെയും മീതെ കൂടിയാണ്. അതിന്റെ അടിയിൽ ഇങ്ങനെ ചെളിയല്ല, വെള്ളം ഒഴുകിപ്പോകുന്ന നദിയുടെ അടിത്തട്ടിൽ പോലുമുള്ളത് യാഖൂത്താണ്, മരതകമാണ്, പവിഴമാണ്, മുത്താണ്. മാഉഹു അബിയളു മിനസ് സൽജ്, അതിലെ വെള്ളം അതേ മഞ്ഞിനേക്കാൾ വെളുപ്പുള്ളതാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അബിയളു മിനൽ ലബൻ, പാലിനേക്കാൾ ശുഭ്രമാണ്, വെളുപ്പുള്ളതാണ്. വഅഹ്ലാ മിനൽ അസൽ, വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. അതുപോലെ തന്നെ വഅത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാണ്. അതിന്റെ ഇരു കരകളിലും മണ്ണുകളിലുമൊക്കെ അതിന്റെ മണ്ണ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കസ്തൂരിയാണ്, കസ്തൂരിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തേ ഈ നെഹ്റും എന്നും ഹൗലും എന്നും പറഞ്ഞത്? ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം യുഷ്ഖബു ഫീഹി മീസാബാനി മിനൽ ജന്ന, ആ തടാകത്തിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള നദിയിൽ നിന്ന് രണ്ട് കൈവഴികളിലൂടെ വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൗഖിഫിലുള്ള മഹ്ശറിലുള്ള തടാകമാണ് ഹൗലുൽ കൗസർ. ആ ഹൗലുൽ കൗസറിലേക്ക് വെള്ളം വന്ന് വീഴുന്നത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകം ഒരുക്കി കൊടുത്ത സ്വർഗത്തിലെ കൗസർ എന്ന നദിയിൽ നിന്ന് രണ്ട് കൈവഴികളിലൂടെ ആയിക്കൊണ്ട് രണ്ട് പാത്തികളിലൂടെ, മീസാബ് എന്ന് പറഞ്ഞാൽ വെള്ളമൊഴുകുന്ന പാത്തികൾ എന്നാണ് അർത്ഥം. വെള്ളമൊഴുകുന്ന രണ്ട് കൈവഴികളിലൂടെ സ്വർഗീയമായ കൗസർ നദിയിൽ നിന്ന് ഈ ഹൗലിലേക്ക് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യുഫ്തഹു നഹറും മിനൽ കൗസരി ഇലൽ ഹൗലി, സ്വർഗീയമായ കൗസറിൽ നിന്ന് ഈ ഹൗലുൽ കൗസറിലേക്ക് ഇങ്ങനെ പ്രത്യേകമായ നിലക്ക് വെള്ളം ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സംശയം അവിടെ തീർന്നു. സ്വർഗത്തിലെ നദിയാണ്, മഹ്ശറിലുള്ള ഹൗലുമാണ്. രണ്ടും വിരുദ്ധല്ല. സ്വർഗീയമായ കൗസർ എന്ന നദിയിലെ കൈവഴികളിലൂടെ ഹൗലുൽ കൗസർ എന്ന മഹത്തായ ഈ കൗസറിലേക്ക്, ഈ ഹൗലിലേക്ക് വന്ന് വെള്ളം വീഴുന്നു. അതിന്റെ പ്രത്യേകതയാണ് കേട്ടത്. തേനിനേക്കാൾ മാധുര്യം, പാലിനേക്കാൾ വെണ്മ, കസ്തൂരിയേക്കാൾ സുഗന്ധം. അതിലെ പാത്രങ്ങൾ, മുക്കി കുടിക്കാനുള്ള പാത്രങ്ങൾ നക്ഷത്ര സമാനം. അതിന്റെ ഇരു കരകളിലും ദഹബും ഫില്ലത്തും, സ്വർണവും വെള്ളിയും. അതുപോലെ തന്നെ ഉള്ളു പൊള്ളയായ മുത്തിനാൽ നിർമ്മിക്കപ്പെട്ട പ്രത്യേകമായ ഗോപുരങ്ങൾ. അതിലിരുന്നു കൊണ്ട് കാണാനും ആസ്വദിക്കാനും കുടിക്കാനും ഏറ്റവും വലിയ രൂപത്തിലുള്ള ആസ്വാദനത്തിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള പവിത്രമായ പരിശുദ്ധമായ ഒരു തടാകം. അതാണ് ഹൗലുൽ കൗസർ. അതാണ് ഹൗലുൽ കൗസർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്, അവിടുത്തേക്ക് റബ്ബ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലമ്മാ ഉരിജ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലസ് സമാഇ ഖാല അതൈതു അലാ നഹരിൻ ഹഫതാഹു ഖിബാബുൽ ലുഅ്ലുഇൽ മുജവ്വഫി ഫഖുൽതു മാ ഹാദാ യാ ജിബ്രീൽ ഖാല ഹാദൽ കൗസർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആകാശലോകത്തേക്ക് മിഅ്റാജിന് പോയ രാത്രിയിൽ വാനാരോഹണ യാത്രാവേളയിൽ അവിടുന്ന് പറയാണ്, ഞാനൊരു നദിക്കരികിലേക്ക് കടന്നു ചെന്നു. അതിന്റെ ഇരുവശങ്ങളിലും ഉള്ളുപൊള്ളയായ മുത്തുകൊണ്ടുള്ള ഗോപുരങ്ങളാണ്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മാഹാദായ ജിബ്രീൽ, ഇതെന്താണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാദൽ കൗസർ. ഇതാണ് അൽ കൗസർ, ഇതാണ് അൽ കൗസർ. അപ്പൊ സഹോദരങ്ങളെ, അൽ കൗസർ എന്ന് പറഞ്ഞാൽ
ധാരാളം നന്മകൾ എന്ന് പറയുന്നതിന് ഇതൊന്നും എതിരല്ല. കാരണം ധാരാളം നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ്, ഏറ്റവും വലിയ ഒരു നിഅമത്താണ്, വലിയ ഒരു നിഅമത്താണ്. ആർക്കും നൽകപ്പെടാത്ത നിലക്കുള്ള ഏറ്റവും പരിശുദ്ധമായ ഒരു സ്വർഗീയമായ നദിയിൽ നിന്ന് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്ന, മഹ്ശറിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള ഹൗദുൽ കൗസർ അവിടുത്തേക്ക് നൽകി എന്നുള്ളത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഈ വ്യാഖ്യാന ഭേദങ്ങളൊക്കെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിൽ കാണാം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുകയാണ്, അന്നഹു ഖാല ഫിൽ കൗസരി, ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന കൗസറിന്റെ കാര്യത്തിൽ അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തു, ഹുവൽ ഖൈറുല്ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുത്തിട്ടുള്ള ഖൈറുകളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോ ഞാൻ സഈദ് ഇബ്നു ജുബൈറിനോട് ചോദിച്ചു, അബൂബക്കർ പറയാണ്, ഞാൻ സഈദ് ഇബ്നു ജുബൈറിനോട് ചോദിച്ചു, ഫഇന്ന നാസൻ യസ്ഉമൂന അന്നഹു നഹറുൻ ഫിൽ ജന്ന, ആളുകൾ കുറെ വാദിക്കുന്നുണ്ടല്ലോ അത് സ്വർഗത്തിലെ നദിയാണെന്ന് പറയണം, അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുകയാണ്, അന്നഹറുല്ലദീ ഫിൽ ജന്ന മിനൽ ഖൈരില്ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു, അതേ സ്വർഗത്തിലെ നദിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുത്ത ധാരാളം നന്മകളിൽ ഏതും പെട്ടു, സ്വർഗീയ ഈ നദിയും പെട്ടുകഴിഞ്ഞു. അത് വിരോധമല്ല, അങ്ങനെ തന്നെ പറയാം. ഹുവൽ ഖൈറുൽ കസീറു ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയതും നൽകാൻ പോകുന്നതുമായ എല്ലാ നന്മകളും പെട്ടുകഴിഞ്ഞു. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇനി അതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം. അൽ കൗസർ കൊണ്ട് ഉദ്ദേശം ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഖുർആൻ കൊടുത്തതിനെ കുറിച്ചാണ്, ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തതിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിക ശരീഅത്ത് ആളുകൾക്ക് അനുഷ്ഠിക്കുവാൻ എളുപ്പമുള്ള ഒരു ശരീഅത്താണ് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തത് എന്നതിനെ കുറിച്ചാണത്. അതുപോലെ തന്നെ ധാരാളം സഹാബിമാരും അനുയായികളും ഉള്ള ഒരു നബിയാണ് താങ്കൾ എന്നതാണ് ഖൈറ്. ഇസ്ലാം, ഇന്നഹുൽ ഇസ്ലാം, അത് ഇസ്ലാമിനെ കുറിച്ചാണ് അൽ കൗസർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉന്നതങ്ങളിൽ അവിടുത്തെ പേരിനെ കുറിച്ചാണ്, പേരിന്റെയും പ്രശസ്തിയുടെയും കാര്യമാണ് അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. നൂറുൽ ഖൽബി, അവിടുത്തെ ഹൃദയത്തിന്റെ പ്രകാശമാണ് ആ കൗസർ എന്ന നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അശ്ശഫാഅത്തുൽ ഉളമ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറിൽ നടത്തുന്ന ശഫാഅത്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അൽ മുഅ്ജിസാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച ധാരാളക്കണക്കിന് മുഅ്ജിസത്തുകൾ, അമാനുഷികമായ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആക്ക് പ്രത്യേകം ഉത്തരം അള്ളാഹു കൊടുക്കാറുണ്ട്, ആ നന്മയെ കുറിച്ചാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അൽ ഫിഖ്ഹു ഫിദ്ദീൻ, മതപരമായ രംഗത്തുള്ള അവഗാഹമായ അറിവാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് തന്നു, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. ഈ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഫഹാദാ കുല്ലുഹു യസ്ലുഹു അൻ യകൂന മിൻ ഖബീലി തഫ്സീർ ബിൽ മിസാൽ. ഇതൊക്കെ യോജിക്കും, എല്ലാം യോജിക്കും. എന്തു പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് നിനക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം നന്മകൾ, അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഉദാഹരണമായി കൊണ്ട് ഈ വ്യാഖ്യാന ഭേദങ്ങളൊക്കെ യോജിക്കും, ഒന്നും എതിരല്ല. ലാകിൻ, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത്? ലാ യസിഹു അൻ യുഫസ്സറ ബിഹി മുൻഫരിദൻ ഹകദാ, ഇന്ന ഒരു അർത്ഥം മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കാവൂ എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. നേരെമറിച്ച് ഇതൊക്കെ ഉദ്ദേശിക്കപ്പെടാം എന്ന് പറയാം. എന്തായാലും ഏറ്റവും പ്രബലത എന്തെന്നെയാണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ കൗസർ സ്വർഗീയമായ നദി, പിന്നെ ബാക്കി വരുന്ന എല്ലാം അതിൽ പെട്ട് കഴിഞ്ഞു. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു ധാരാളം നന്മകൾ ഇഹലോകത്തും കൊടുത്തിട്ടുണ്ട്, ഇനി പരലോകത്ത് കൊടുക്കാനിരിക്കുന്നു. അത്ര കിട്ടിയ ഒരാൾ വേറെയില്ല. ഇനി ആ ഹൗദിനെ കുറിച്ച് സാന്ദർഭികമായി നമ്മൾ ചിലത് അറിയണം.
നാളെ മഹ്ശറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരുക്കി കൊടുക്കുന്ന ആ പരിശുദ്ധമായ പാനീയത്തിന്റെ പ്രത്യേകത അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഫറതുക്കും അലൽ ഹൗളി, ഞാൻ തടാകത്തിന്റെ സമീപത്തേക്ക് നേരത്തെ പോയി നിൽക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അറിയിച്ചു കൊടുത്തു, ഇന്നി ഫറതുക്കും അലൽ ഹൗൾ, ഈ തടാകത്തിന്റെ അരികിലേക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പേ അവിടെ പോയി നിൽക്കും. അള്ളാന്റെ റസൂല് ആ ഹൗളിന്റെ സമീപത്ത് നേരത്തെ പോയി നിൽപ്പുറപ്പിക്കും, ഞാൻ അവിടെയുണ്ടാകും. എന്നിട്ടവിടുന്ന് പറയാണ്, മൻ മറ അലയ്യ ശരിബാ, എന്റെ അടുക്കലൂടെ ആര് നടന്നു പോകുന്നുവോ ശരിബാ, അവൻ കുടിക്കും അതില്ലെന്ന്. ഒമൻ ശരിബലം അബദാ, അതില്ലെന്ന് കുടിച്ചവൻ പിന്നെ ഒരു കാലത്തും ദാഹിക്കുന്നവനാവില്ല. ലയരിദന്ന അലയ്യ അഖ്വാമുൻ, എന്നിട്ട് അവിടുന്ന് ഗൗരവത്തോടെ മറ്റൊരു കാര്യം പറയാണ്, ലയരിദന്ന അലയ്യ, എന്റെ സമീപത്തേക്ക് കടന്നു വരിക തന്നെ ചെയ്യും, അഖ്വാമുൻ, ചില ആളുകൾ, അഅരിഫുഹും, എനിക്കവരെ അറിയാൻ സാധിക്കും, വയഅരിഫൂനി, അവർക്ക് എന്നെയും അറിയും, സുമ്മ യുഹാലു ബൈനി വ ബൈനഹും, പക്ഷേ പിന്നെ എനിക്കും അവർക്കും ഇടയിൽ അതാ മറയിടപ്പെടും. ചില റിപ്പോർട്ടിൽ കാണാം, ഞാൻ ആ ആളുകൾക്ക് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാഹുവൈതു, ഞാനിങ്ങനെ കുനിയും, കപ്പെടുത്തിട്ട് വെള്ളം മുക്കി ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുനിയുമ്പോ അതാ പെട്ടെന്നങ്ങ് ഞങ്ങൾക്കിടയിൽ മറയിടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറയും, മിന്നഹും മിന്നീ, അവരെന്നിൽപ്പെട്ടവരാണല്ലോ, എവിടെ പോയി? ഫയഖാലു, അപ്പോൾ പറയപ്പെടും നബി തങ്ങളോട്, ഇന്നക ലാ തദ്രീ, ഓ നബിയേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, മാഹദസു ബഅദക, നിങ്ങളുടെ കാലശേഷം, നിങ്ങൾക്ക് ശേഷം അവര് പുതിയതുണ്ടാക്കിയ ആളുകളാണ്. അവരെന്തൊക്കെ മതത്തിൽ കടത്തിക്കൂട്ടി, എന്തൊക്കെ അവര് പുതിയതുണ്ടാക്കിയിട്ടുണ്ടെന്ന് നബിയെ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, സുഹഖൻ സുഹഖാ, എങ്കിൽ ദൂരേക്ക് മാറിപ്പോയിക്കോ, ലിമൻ ഗയ്യറ ബഅദീ, എന്റെ ശേഷം ദീനിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയവരോട് അള്ളാന്റെ റസൂല് പറയുന്നു, എങ്കിൽ മാറിപ്പോ, എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് ഹൗളിന്റെ അരികിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്ന രംഗം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോ അത് വലിയ ഗുരുതരമായ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കാര്യം വിവരിച്ചത് ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മഖ്ബറയുടെ സമീപത്തേക്ക് ചെന്നു, അഥവാ മദീനയിലെ ബഖീഉൽ ഗർഖദിലേക്ക് അങ്ങ് കടന്നു ചെന്നിട്ട് സിയാറത്തിന്റെ മര്യാദയിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നിങ്ങനെ അവർക്കായി സലാം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, വദിത്തു അന്നാ ഖദ റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണാൻ പൂതിയാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നു, നമ്മളെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് എന്ത് ഇഷ്ടാണ്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഇഖ്വാനിനെ കാണാൻ, നമ്മുടെ ഇഖ്വാനിങ്ങളെ കാണാൻ എനിക്കെന്ത് ഇഷ്ടാ, എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, എന്താ നബിയെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞങ്ങളൊക്കെയും അങ്ങയുടെ ഇഖ്വാനല്ലയോ, ഞങ്ങളൊക്കെയും അങ്ങയുടെ സഹോദരങ്ങളല്ലയോ, ഞങ്ങളെ അങ്ങ് കണ്ടതല്ലേ, പിന്നെ എന്താ എന്റെ ഇഖ്വാനിനെ എനിക്ക് കാണാൻ പൂതി എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞതെന്താണ്? അൻതും സ്വഹാബീ, നിങ്ങളെന്റെ സഖാക്കളാണ്, നിങ്ങളെന്റെ ശിഷ്യന്മാരാണ്, നിങ്ങളെന്റെ അനുയായികളാണ്, നിങ്ങൾ സ്വഹാബിമാരാണ്. എന്നാൽ വഇഖ്വാനുനാ, നമ്മുടെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയല്ല. അല്ലദീന ലം യഅ്തൂ ബഅദു, അവരിതുവരെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന എന്റെ ഉമ്മത്തിലെ മുഅ്മിനീങ്ങളെ കാണാൻ എനിക്ക് എന്തൊരു ഇഷ്ടമാണ്, എനിക്കെന്ത് മോഹമാണ്. ഇനി വരാൻ പോകുന്ന ആൾക്കാരെ ഇഖ്വാൻ, അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, അവിടുത്തെ ഇഖ്വാൻ അവരെ കാണാൻ എനിക്കെന്ത് മോഹമാണ്, എനിക്കെന്ത് ഇഷ്ടമാണ് എന്ന് പറയാണ്. ഫഖാലു, സഹാബത്ത് ചോദിക്കുകയാണ്,
കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. ഇനി അവിടുന്ന് മഹ്ശറിൽ വെച്ച് ഉമ്മത്തിലെ അവിടുന്ന് കാണാൻ മോഹിക്കുന്ന സഹോദരങ്ങളെ അവിടെ വെച്ച് കാണുമെന്നല്ലേ പറയുന്നത്? അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, ഓ നബിയേ, ഇതുവരെയും വന്നിട്ടില്ലാത്ത അങ്ങയുടെ സമുദായത്തിലെ മെമ്പർമാരെ നിങ്ങൾ എങ്ങനെ അവിടെ നിന്ന് തിരിച്ചറിയും അവിടെ വെച്ച്? فقال النبي صلى الله عليه وسلم ചോദിക്കുകയാണ്, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഖുർറുൻ മുഹജ്ജലത്തുൻ ബൈന ളഹ്റൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, കുറെ കുതിരകളുണ്ട്, കൈകാൽ മുഖങ്ങളിൽ ചുട്ടിയുള്ള അടയാളമുള്ള വെള്ള നിറത്തിൽ കൈയും കാലുകളും ഒക്കെയുള്ള പ്രത്യേകം അടയാളപ്പെടുത്തിയ കുതിരകളുടെ അതേ അത്രയൊന്നും ആ നിലക്കുള്ള കളറുകളില്ലാത്ത ഇരുണ്ട കളറുകളിലുമൊക്കെയുള്ള പല കളറുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം തന്റെ കുതിരയെ തിരിച്ചറിയാതിരിക്കുമോ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, തിരിച്ചറിയുമല്ലോ. അവിടെന്നപ്പോൾ പറയാണ്, എങ്കിൽ ഫഇന്നഹും, അവരൊക്കെ യഅ്തൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുദൂ, എടുക്കുമ്പോൾ അവരുടെ അവയവങ്ങൾ അവർ കൃത്യമായി കഴുകിയതിന്റെ പേരിൽ അവരുടെ കൈകളിൽ പ്രകാശമുണ്ട്, മുഖങ്ങളിൽ പ്രകാശമുണ്ട്. അങ്ങനെ വുദൂഇന്റെ ശോഭ കാരണത്താൽ അവരുടെ കൈകാൽ മുഖങ്ങളിലൊക്കെ നല്ല സൗന്ദര്യത്തിന്റെ അടയാളങ്ങൾ പ്രകടമായിക്കൊണ്ട് അവരവിടെ വരുമ്പോൾ അവരവിടെ എത്തുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ മുമ്പേ പോയി നിലയുറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അവിടെ നേരത്തെ ഉണ്ടാവും, അവിടേക്ക് ഇവരിങ്ങനെ വരും, ഞാൻ തിരിച്ചറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, അലാ, നിങ്ങൾ അറിയണം, ലയുദാദന്ന റിജാലുൻ ഹൗളി, എന്റെ ആ തടാകത്തിന്റെ സമീപത്തുനിന്ന് ചില ആളുകളെ ആട്ടി ഓടിക്കപ്പെടുക തന്നെ ചെയ്യും. കമായുദാദുൽ ബഈറുദ്ദാൽ, അതേ കൂട്ടം തെറ്റി വന്നിട്ടുള്ള ഒട്ടകം ആരാന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോ ഉടമയതിനെ ആട്ടിപ്പായിക്കുന്നത് പോലെ ചില ആളുകളെ ഈ ഹൗദിൽ നിന്ന് വെള്ളം മോഹിച്ചു വരുന്നവരെ ആട്ടിപ്പുറത്താക്കി ദൂരെയാക്കി അകറ്റപ്പെടുക തന്നെ ചെയ്യും. ആ സമയത്ത് ഞാനവരെ വിളിച്ചുകൊണ്ടിരിക്കും, മുനാദീഹിം, ഞാനവരെ വിളിക്കും, അലാഹലുമ്മ, വരൂ ഇങ്ങോട്ട്, വരൂ പോകല്ലേ. നബിക്ക് മനസ്സിലായിട്ടില്ല എന്തേ അവരെ ആട്ടിയകറ്റപ്പെടാൻ കാരണമെന്ന്. അന്നേരം അതാ റബ്ബിന്റെ കൽപ്പന വരികയാണ്, ഫയുഖാലു, അപ്പോൾ നബി തങ്ങളോട് പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക, നബിയെ, താങ്കളുടെ ശേഷം ദീനിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയവരാണത്, മാറ്റങ്ങൾ സംഭവിപ്പിച്ചവരാണവർ, അതുകൊണ്ട് അതിനവർ അവകാശികളല്ല. ഫഅഖൂലു, അന്നേരം ഞാനും പറയും, സുഹ്ഖൻ സുഹ്ഖാ, എന്റെ മുമ്പിൽ നിന്ന് കാണണ്ട, ദൂരെ പോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുമെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആരെയാണ് ഇങ്ങനെ ആട്ടിപ്പുറത്താക്കപ്പെടുന്നത്, ആരെയാണ് ഇങ്ങനെ അകറ്റപ്പെടുക, ആരെയാ അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നത് ആരെയാണ് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാമിൽ മാറ്റത്തിരുത്തലുകൾ സംഭവിപ്പിച്ചിട്ടുള്ള കക്ഷികൾ മുഴുവനും പെടുന്നു, എല്ലാവരും പെട്ടു. ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാര് കുറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, റസൂലുള്ളാഹിനെ അവർ കണ്ടിട്ടുമുണ്ട്, മുസ്ലിമീങ്ങളായിട്ടുമുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ചിലരൊക്കെ മുർത്തദ്ദായി പോയി. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ചില ആൾക്കാരൊക്കെ തിന്നാൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും അടുത്ത സഹാബിമാരോ ആ രൂപത്തിലുള്ള പ്രസിദ്ധരായ സഹാബിമാരോ ആരും ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ല. എന്നാൽ അവിടെയായി അള്ളാന്റെ റസൂലിനോട് അത്ര ബന്ധമൊന്നുമില്ലാതിരുന്ന അവിടെയും ഇവിടെയും ഒക്കെയായി കഴിഞ്ഞിരുന്ന ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കാണുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുകയാണ്, തന്റെ സഹാബികളാന്ന് വിചാരിച്ചിട്ട്, തന്റെ സഹാബത്താന്ന് വിചാരിച്ചിട്ടാ കൊടുക്കണത്. അപ്പോഴറിയില്ല അവര് മാറ്റം വന്നത്, ഇവര് മാറിയതും മുർത്തദ്ദായതൊന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇവര് മാറ്റം വരുത്തിയവരാണ്, കൊടുക്കാൻ പാടില്ല. അപ്പൊ മുർത്തദ്ദായ ആളുകളായിരിക്കാം. രണ്ടാമത്തത് എന്തായിരിക്കാം? മുർത്തദ്ദൂനാനിൽ ഇസ്ലാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് തന്നെ പുറത്തുപോയവരുമാകാം. എന്നാൽ അവർ കാഫിറായി പോയത് നബി തങ്ങൾ ജീവിതകാലത്ത് അറിഞ്ഞിട്ടില്ലായിരിക്കാം. അങ്ങനത്തെവരും പെടും. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഇസ്ലാം എന്ന് പുറത്തുപോയവരും പ്രവാചക ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവിടുന്ന് അറിയാതെ തന്നെ ഒറ്റയായും തെറ്റയായും ഒക്കെ കൂടുവിട്ടു പോയവരും ഒക്കെ ഇതിൽ ഉൾപ്പെടാം. മൂന്നാമത്തത് ഇസ്ലാമാണെന്ന് പുറമേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ നടന്നിരുന്ന മുനാഫിഖീങ്ങൾ, എന്നാലോ അവര് മനസ്സിന്റെ ഉള്ളിൽ കുഫറായിരുന്നു മുഴുവൻ. അങ്ങനത്തെ ആളുകൾ അവരെ മുഴുവനും അള്ളാന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ജീവിതകാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ മുനാഫിഖീങ്ങളുടെയും പേരോ ലിസ്റ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാത്ത കുറെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ മുനാഫിക്കുകളുമായിരിക്കാം. നാലാമത് പണ്ഡിതന്മാര് പറയുന്നു, അഹ്ലുൽ അഹ്വാ, ദേഹേച്ഛകൾ അനുസരിച്ചുകൊണ്ട് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളിൽ കൈക്രിയ നടത്തിയിട്ടുള്ള റാഫിളത്തും അതുപോലെ തന്നെ ഖവാരിജും മുഅ്തസിലത്തും അതുപോലെ തന്നെ ജഹ്മിയ്യത്തും അങ്ങനെ ഒരുപാട് പിഴച്ചുപോയ കക്ഷികൾ ഉണ്ടല്ലോ. അവരൊക്കെയും ഇതിൽ പെടുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുള്ള വിശദീകരിക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഫകുല്ലു മൻ ഇർതദ്ദ അൻ ദീനിൽ നിന്ന് പുറത്തുപോയ എല്ലാവരും ഔ അഹദസ ഫീഹി മാ ലാ യർളാഹുല്ലാഹ്, അല്ലാഹു തൃപ്തിപ്പെടാത്ത പലതും ഇതിലേക്ക് കടത്തിക്കൂട്ടിയവരും അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത പലതും ഇസ്ലാം എന്ന പേരിൽ ഇതിലേക്ക് കൊണ്ടുവന്നവരൊക്കെ ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗള്, ഈ ഹൗളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്, ഇതിൽ നിന്ന് വിദൂരത്താക്കപ്പെടുന്നവരാണ്. വഅശദ്ദുഹും തർദാ, അവരിൽ ഏറ്റവും കൂടുതൽ ഓടിക്കപ്പെടുന്ന അതികഠിനന്മാരാരാണ്? മൻ ഖാലഫ ജമാഅത്തൽ മുസ്ലിമീന വഫാറഖ സബീലഹും കൽ ഖവാരിജി അല ഇഖ്തിലാഫി ഫിറഖിഹാ വറവാഫിദി അലാ തബായുനി ളലാലിഹാ വൽ മുഅ്തസിലത്തു വലാ അസ്നാഫി അഹ്വാഇഹാ ഫഹഉലായി കുല്ലുഹും മുബദ്ദിലൂൻ. അദ്ദേഹം ശരീകരിക്കുന്നതിന്റെ ചുരുക്കം ഇപ്രകാരമാണ്: മുസ്ലിമീങ്ങളുടെ ആ സൊസൈറ്റിയോട് മാറിപ്പോയ മുഅ്മിനീങ്ങളുടെ മാർഗം വിട്ട് പിരിഞ്ഞ ഖവാരിജുകൾ, മുസ്ലിമീങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ സ്വഹാബത്തിനെ കാഫിറാക്കിക്കൊണ്ട് രംഗത്ത് വന്ന ഖവാരിജുകൾ, അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബിമാരെ ചീത്ത പറഞ്ഞ റാഫിളത്തുകൾ, അവരുടെ കക്ഷികൾ, അവരുടെ ഉപകക്ഷികൾ, മുഅ്തസിലത്ത്, ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ ഞങ്ങൾ തള്ളും എന്ന് പറയുന്ന മതയുക്തിവാദികളുടെ തുടക്കക്കാരായ മുഅ്തസിലത്തുകൾ, അവരുടെ പിന്നീടുള്ള അനുയായി വൃന്ദം, ഇവരൊക്കെ മതത്തിൽ മാറ്റം വരുത്തിയവരാണ്. ഇവരൊക്കെയും മതത്തിൽ മാറ്റം വരുത്തിയവരാണ്. അതുപോലെ തന്നെ അക്രമവും ദുൽമും കാണിക്കുന്നവർ, സത്യത്തെ മൂടിവെക്കുന്നവർ, സത്യം പ്രചരിപ്പിക്കുന്ന ആളുകളെ മർദ്ദിക്കുന്നവർ, കൊന്നുകളയുന്നവർ, അവരെ നിന്ദിക്കുന്നവർ, അതുപോലെ തന്നെ വലിയ വൻപാപങ്ങളതാ പരസ്യമായി ചെയ്യുന്നവർ, അങ്ങനെ ഏതൊക്കെ പഴച്ച കക്ഷികളുണ്ടോ, സർവ ബിദഈ കക്ഷികളും, സർവ തോന്നിവാസത്തിന്റെ ആളുകളും, സർവ വക്രതയുള്ള മനസ്സിന്റെ ആളുകളും ഒക്കെ എല്ലാ സംഘങ്ങളും ഈ പറയുന്ന ആട്ടിയോടിക്കപ്പെടുന്ന വിഭാഗത്തിൽ പെടുക തന്നെ ചെയ്യും എന്ന് നമ്മുടെ ഉലമാവ് പറഞ്ഞിരിക്കുന്നു. ഖാല ഉലമാഉനാ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ എന്ന് പറഞ്ഞുകൊണ്ട് തദ്കിറ ഫി അഹ്വാൽ മൗത എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതിലെ എല്ലാ ആളുകളും ഈ രൂപത്തിലുള്ള ചിന്താഗതിക്കാരൊക്കെ അതിൽ പെടുകയാണ്. അവര് ആ നിലക്കുള്ള പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരാവാൻ ഭാഗ്യം കിട്ടാതെ അവരാട്ടി അകറ്റപ്പെടുമെന്നാണ്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് മോഹം എന്ന് പാട്ടുപാടിയിട്ട് കാര്യമില്ല. ജന്നാത്തുൽ ഫിർദൗസിൽ കയറാൻ എനിക്ക് മോഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പാട്ടുപാടൽ. ഹജ്ജിന്റെ രാവിലെ ഞാൻ കഅബം കിനാവ് കണ്ടു, ഷജറത്ത് പൂത്ത്, സുബർക്കത്തിൽ, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ജന്നാത്തുൽ ഫിർദൗസിൽ കയറാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം എന്നൊക്കെ പറയാറുണ്ട്. പാട്ടുപാടിയിട്ടൊന്നും അതുകൊണ്ട് കാര്യമില്ല. ഇതിന് മോഹിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് കിട്ടാനുള്ള ആവശ്യം, ഇത് കിട്ടണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ വെച്ച് ഇത് കൊടുക്കുന്നത് ആർക്കാണ്? അവിടുന്ന് പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള ദീനുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ.
അതേ അല്ലാഹു തആല പൂർത്തിയാക്കിയ ദീനാണിത്. ഈ നിഅമത്ത് റബ്ബ് അല്ലാഹുവിന്റെ റസൂലിലൂടെ പൂർത്തിയാക്കി തന്ന ദീനാണ്. അതിൽ ഇനി ഒന്നും കൂട്ടാവതല്ല, കുറയ്ക്കാവതല്ല. അവിടുന്ന് പഠിപ്പിച്ചത് കൃത്യമായി നിലനിർത്തണം. അവർക്ക് മാത്രമേ നാളെ ഈ ഹൗദിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം കിട്ടുള്ളൂ. അതെനിക്ക് കുടിപ്പിക്കണേ നബിയെ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലില്ലതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി എന്ന മൗലിദിൽ പാടുന്നവരുണ്ട്. ഞങ്ങള് അങ്ങയുടെ ആ ഹൗളിൽ നിന്ന് കുടിക്കാൻ വല്ലാതെ മോഹമുള്ളവരാണ്. ഭയങ്കരമായി ദാഹിക്കുമ്പോ നിങ്ങളെ ഞങ്ങൾക്ക് വെള്ളം തരണം എന്ന് പറയുന്ന അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇപ്പോഴും അല്ലാഹുവിന്റെ റസൂലേ അല്ലെങ്കിൽ ഉപ്പാപ്പ ഹൗദിൽ നിന്ന് വെള്ളം തരണേ, ഹൗദിൽ നിന്ന് വെള്ളം തരണേ, സ്വർഗം തരണേ, സിറാത്ത് പാലം കടത്തി തരണേ, സ്വർഗത്തിലേക്ക് വേഗം കടത്തണേ, രോഗങ്ങൾ മാറ്റണേ, മനസ്സിന്റെ പ്രയാസങ്ങൾ നീക്കണേ, ഖൽബ് നന്നാക്കണേ, വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കണേ ഉപ്പാപ്പ, നിർമാർഗത്തിലാക്കണേ ഉപ്പാപ്പ ഒക്കെ അള്ളാന്റെ റസൂലിനോട് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി നൽകിയിട്ട് തൗഹീദിന്റെ യഥാർത്ഥമായ പാതയിലേക്ക് ദിശാബോധം നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഹിദായത്തിൽ നമ്മെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ നിങ്ങൾ ഹൗലിന് വേണ്ടി എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുള്ളവർക്ക് നാളെ പരലോകത്ത് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ആരെങ്കിലും എന്റെ ഓർഡറില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. താൻ പഠിപ്പിച്ച ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ, പുതിയതായി കൊണ്ടുവന്നവനെയും തള്ളണം, അവൻ വന്ന കാര്യത്തെയും തള്ളണം. ബിദ്അത്തുകൾ വലിയ ഗൗരവമാണ്. അള്ളാഹുവിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ നിങ്ങളെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. റബ്ബ് പഠിപ്പിച്ചു തരാത്തത്, റബ്ബിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തരാത്തത് നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ലോകത്താർക്കെങ്കിലുമോ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു നിസ്കാരം പ്രത്യേക പുണ്യമെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പാടുണ്ടോ? ഒരു പ്രത്യേക നോമ്പുണ്ടോ? ഒരു പ്രത്യേക ദിക്റുണ്ടോ? ഇസ്ലാം എന്ന് പറയുന്നത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഇസ്ലാം. ആരെങ്കിലും നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വല്ലതും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നാൽ അവൻ അല്ലാഹുവിന്റെ റസൂല് ഖദ് ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ച നബിയാണെന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം ദീൻ നമുക്ക് പൂർണ്ണമായി പഠിപ്പിച്ചു തന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ല, ഇനിയും എന്തൊക്കെയോ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ വകയായി ഞങ്ങൾ ഫില്ല് ചെയ്യുകയാണ്, ഞങ്ങൾ പൂർണ്ണമാക്കുകയാണെന്ന് പറയുന്നതിന് തുല്യമാണ് അവിടുന്ന് പഠിപ്പിക്കാത്ത വല്ലതും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരൽ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണത്. മനിബ്തദാ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനത്തൻ. മഹാനവറുകൾ തുടക്കത്തിൽ തന്നെ വാചകമായി പറയുന്നത്, ആരെങ്കിലും ഇസ്ലാമിന്റെ അകത്തേക്ക് പുതിയതൊന്ന് കൊണ്ടുവന്നാൽ എന്താണത് കൊണ്ടുവരാൻ അവന് ന്യായീകരണം? യറാഹാ ഹസനത്തൻ, അവൻ പറയുന്നു അത് നല്ലതല്ലേ, നല്ലതല്ലേ, ദിക്റല്ലേ, സലാത്തല്ലേ, നോമ്പല്ലേ, നിസ്കാരമല്ലേ എന്നൊക്കെ നല്ലതല്ലേ എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് വല്ലതും കൊണ്ടുവരുന്നതെങ്കിൽ അള്ളാന്റെ റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് സമാനമാണ്. ശരിയല്ലേ? കാരണം അള്ളാന്റെ റസൂൽ പറയാൻ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, ഇവര് പറയല്ല പൂർത്തിയായിട്ടില്ല, കുറച്ചും കൂടി ഇങ്ങനെ ഓരോ കാലത്തും ഇങ്ങനെ എക്സ്ട്രാ ചേർക്കാനുണ്ട് എന്ന് പറയാ. ശരിയാവോ? ഗുരുതരമല്ലേ വിഷയം? വളരെ ഗുരുതരമല്ലേ വിഷയം? അതുകൊണ്ടല്ലേ അവിടുത്തെ ഖുതുബകളുടെയൊക്കെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് പറയാറുള്ളത്. വഖൈറുൽ കലാമി കലാമുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ചില റിപ്പോർട്ടുകളിൽ പൂർണ്ണമായ നിലക്ക് അങ്ങനെയും വന്നു. എല്ലാ പുതിയതും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, എല്ലാ പുതിയതും പിഴവാണ്, എല്ലാ പിഴവും നരകത്തിലേക്ക്. മതപരമായ രംഗത്തുള്ള പുതിയതാണ് ആ പറയുന്നത്. അല്ലാതെ മൈക്കിയിൽ പ്രസംഗിക്കലില്ലേ മൗലവി? നിങ്ങൾ വാച്ച് കെട്ടിയിട്ടില്ലേ?
നിങ്ങൾ കാർപ്പറ്റിൽ നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്? പള്ളിയിൽ ഇങ്ങനത്തെ ഈ സംവിധാനം അന്നുണ്ടോ? ഇതൊക്കെ പുതിയതല്ലേ? ആ പുതിയതല്ല പറയുന്നത്. മതപരമായ നിലക്ക് ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് മതത്തിൽ ഒരു ആചാരമോ അനുഷ്ഠാനമോ കാര്യങ്ങളോ ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതാണ് പുതിയത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എതിർക്കപ്പെടേണ്ട പുതിയത്, അതാണ് എതിർക്കപ്പെടേണ്ട നവീനവാദം, അതാണ് എതിർക്കപ്പെടേണ്ട പുത്തൻവാദം. വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കും. റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്തതൊക്കെ പഴച്ചതാ, എന്നാ പിന്നെ മൗലവി നിങ്ങളെങ്ങനെ മൈക്ക് പ്രസംഗിക്കണം? നിങ്ങൾ പഴച്ച ആളല്ലേ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്തോ? നിങ്ങൾ ബസ്സിലല്ലേ മൗലവി ഇപ്പോൾ? മൗലവി നിങ്ങൾ പ്രസംഗിക്കാൻ പോണ ഫ്ലൈറ്റിലല്ലേ? അള്ളാന്റെ റസൂൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇല്ലാത്തൊക്കെ ബിദഅത്തല്ല, തെറ്റല്ലേ? മനസ്സിലാക്കുക, അത് കേവലം തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. നമ്മൾ ഗൗരവത്തോടെ എന്താ ബിദഅത്ത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നാളെ മഹ്ശറിൽ ഇതാ ഇത്തരത്തിലുള്ള ആളുകൾ ആട്ടിയകറ്റപ്പെടുമ്പോ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തേക്ക് വിവരം കിട്ടുമ്പോ അള്ളാന്റെ റസൂലും പിന്നെ പറയുന്നത് എന്താണ്? സുഹഖൻ സുഹഖാ, എങ്കിൽ പോ എന്നാണ്. ദൂരത്താവട്ടെ എന്നാ പറയുന്നത്. വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് മുക്കിക്കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒരുങ്ങുന്നത് എന്തുകൊണ്ടാ ഒരുങ്ങുന്നത്? അവരെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്, അവരെപ്പറ്റി മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത് കൊടുക്കാൻ പാടില്ല, അവർക്കതിൽ കുടിക്കാൻ യോഗ്യതയില്ല. അവർ താങ്കളുടെ ശേഷം മതത്തിൽ പുതിയതുണ്ടാക്കിയവരാണ്, താങ്കളുടെ ശേഷം മാറ്റം വരുത്തിയവരാണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷവും അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാവരുടെ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വ്യക്തമായി അറിയുന്നുണ്ട് എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. എങ്കിൽ അതും ഇതുമായിട്ടെങ്ങനെ പൊരുത്തപ്പെടും? എന്താ ചില ആളുകൾ വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ളൂ നമ്മളെ കണ്ണിന്റെ മുമ്പ് എന്നാണ് മറഞ്ഞതേ ഉള്ളൂ. അവിടുന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാം നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ സദസ്സുകളിലും അവിടുന്ന് വരുന്നുണ്ട്, ഹാജരാകുന്നുണ്ട്, തടിയോടെ റൂഹയോടെ എന്നൊക്കെയാണ് പറയുന്നത്. റസൂൽ എല്ലാം കാണുന്നുണ്ട്, കേൾക്കണം. എങ്ങനെ ഇത് പൊരുത്തപ്പെടുക? അള്ളാന്റെ റസൂലിന് ചില ആൾക്കാർ വരുമ്പോൾ അവരെ പരിചയമില്ലായിട്ട് നല്ലോരാന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളത്തിന്റെ തടാകത്തിന്റെ അടുത്തേക്ക് അവർ വരികയാണ്. പക്ഷെ അള്ളാന്റെ റസൂലിന് പിന്നെ വിവരം കിട്ടുകയാണ്, അവർ നല്ലോരല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നബിയെ, നിങ്ങൾക്ക് അറിയില്ല, ലാ തദ്രീന പറയണം. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മാ അഹ്ദസു ബഅദക, താങ്കളുടെ ശേഷം അവരെന്തൊക്കെ പുതിയതുണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം, അവർക്ക് കൊടുക്കാൻ പറ്റൂല. മനസ്സിലാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ പോലും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ. വഫാത്തായി പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് പറയുന്നത് ആ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന തെളിമയാർന്ന ഇസ്ലാമികമായ നിയമങ്ങളിൽ നിന്ന് പുറത്തായ വിശ്വാസമാണ്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ പെടരുത്, അതിൽ പെട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നബിയെ എന്റെ കൈ പിടിക്കൂ, ഞങ്ങളെ നോക്കൂ, സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരൊക്കെ പറയുന്നത് ആ വിളി അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, കാണുകയാണ്, ഉത്തരം ചെയ്യാണ്, വരും. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ല എന്ന് മാത്രമേ ഉള്ളൂ. കറാമത്തിന്റെ കണ്ണുള്ള ഔലിയാക്കന്മാർക്ക് റസൂലുള്ള സദസ്സിൽ ഇരിക്കുന്നതും പോകുന്നതും ഒക്കെ കാണാൻ വരെ പറ്റും. അവർ കെട്ടിപ്പിടിക്കും, മുത്തം കൊടുക്കും എന്നൊക്കെ പറയുന്നു. എല്ലാം ഇസ്ലാമികമായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ മഹ്ശറിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ പരിശുദ്ധമായ പാനീയത്തിൽ നിന്ന് ഒരു മുറുക്ക് കുടിക്കാൻ കിട്ടണം. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന ശുദ്ധമായ വിശ്വാസ, ആചാര, അനുഷ്ഠാന, പെരുമാറ്റ, സ്വഭാവ, സംസ്കാര രീതികളെ നമ്മൾ അനുഗമിച്ച് മുന്നോട്ട് പോയി അങ്ങനെ തന്നെ മരിക്കാൻ തൗഫീക്ക് കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിനക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു, ഒരുപാട് നന്മകൾ കിട്ടി. ഇനി അപ്പോൾ തുടർന്നുകൊണ്ട് പറയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ആകയാൽ നീ നമസ്കരിക്കൂ, ലിറബ്ബിക നിന്റെ രക്ഷിതാവിന് വേണ്ടി, വൻഹർ നീ അവന് വേണ്ടി ബലിയറുക്കുകയും ചെയ്യുക.
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, കമാ അഅതൈനാകൽ ഖൈറൽ കസീറ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നാം താങ്കൾക്ക് ധാരാളം നന്മകൾ തന്നല്ലോ. വമിൻ ദാലിക അൻ-നഹ്റു അല്ലദീ തഖദ്ദമ സിഫത്തുഹു, മുമ്പ് നമ്മൾ വിശദീകരിച്ച ആ സ്വർഗീയമായ നദിയും അതിൽ പെടും. അങ്ങനെ അതടക്കമുള്ള ധാരാളം നിഅമത്തുകൾ താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവ് നൽകിയതുകൊണ്ട് ഫഖ്ലിസ് ലി റബ്ബിക സ്വലാത്തകൽ മക്തൂബ വന്നാഫില വനഹറക, ഓ നബിയേ 5 നേരത്തെ നിർബന്ധ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും ബലികർമ്മങ്ങളും ഒക്കെ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ നിർവഹിക്കണേ. ഫഅബ്ദുഹു വഹ്ദഹു ലാ ശരീക ലഹു, അവനെ മാത്രം ആരാധിക്കണേ, അവന് പങ്കുകാരില്ല. വൻഹർ അലാ ഇസ്മിഹി വഹ്ദഹു, അവന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് മാത്രം അറവ് നടത്തണേ. ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അതിലെന്താ ആയത്തിൽ പറയുന്നത്? എന്റെ നിസ്കാരം, എന്റെ അനുഷ്ഠാനം, എന്റെ ജീവിതം, എന്റെ മരണമൊക്കെ റബ്ബുൽ ആലമീനു വേണ്ടിയായിരിക്കും. വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇതിൽ അല്ലാഹു തആല അതിന്റെ ആ ഭാഗത്തെ തന്നെ മുറിച്ചു കളയാണ്. അതായത് അവര് അല്ലാഹു അല്ലാത്തവർക്കും സുജൂദ് ചെയ്തു, റബ്ബല്ലാത്തവരുടെ പേരിലും അവർ അറവ് നടത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതിയാണ്. അള്ളാന്റെ റസൂലിനോട് റബ്ബെന്താ പറയുന്നത്? നബിയേ, നിന്റെ രക്ഷിതാവിന് വേണ്ടി മാത്രം നിസ്കരിക്കണേ, ആ റബ്ബിന് വേണ്ടി മാത്രം ബലിയർപ്പിക്കുകയും ചെയ്യണേ. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട, റബ്ബല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെട്ട, അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതൊന്നും കഴിക്കാൻ പാടില്ലെന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇമാം ഇബ്നു ജരീർ അത്ബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇതിന്റെ ഉദ്ദേശം എന്താണ്? വസ്സവാബു ഖൗലു മൻ ഖാല മഅനാ ദാലിക ഫജഅൽ സ്വലാതക കുല്ലഹാ ലിറബ്ബിക ഖാലിസാ ദൂന മാ സിവാഹു മിനൽ അംദാദി വല്ലാലിഹാ. റബ്ബല്ലാത്ത ഒരാളിലേക്കും ഒരന്താദിലേക്കും ഒരു പങ്കുകാരിലേക്കും ഒരു ആലിഹത്തുകളിലേക്കും ഒരിക്കലും ഒരു നിലക്കുമുള്ള ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം ഒരിക്കലും തിരിഞ്ഞു പോകാതെ ഇഖ്ലാസോടെ റബ്ബിന് വേണ്ടി മാത്രം നിസ്കരിക്കൂ. വകദാലിക നഹറക ഇജ്അൽഹു ലഹു ദൂനൽ ഔസാൻ, വിഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അറുക്കരുത്, റബ്ബിന് വേണ്ടി മാത്രമാകട്ടെ അറവ് നടക്കേണ്ടത്. ജാഹിലിയ കാലത്ത് അള്ളാഹ്ക്ക് വേണ്ടിയും നിസ്കരിക്കും, അള്ളാഹിന്റെ മുമ്പിലും സുജൂദ് ചെയ്യും, മറ്റുള്ളവർക്കും സുജൂദ് ചെയ്യും, അള്ളാഹ്ക്ക് വേണ്ടി അറവ് നടത്തും, മറ്റുള്ളവർക്കും വേണ്ടി അറവ് നടത്തും. ഒന്നും പാടില്ല, റബ്ബിന് വേണ്ടി മാത്രമേ ഇതൊക്കെ പാടുള്ളൂ. റബ്ബിന് വേണ്ടി മാത്രമേ ഇതൊക്കെ പാടുള്ളൂ. ധാരാളം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് റബ്ബ് നൽകിയതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ ചെയ്യണം എന്നാ പറയുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ. നമ്മളും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ധാരാളം നിഅമത്ത് നമുക്ക് കിട്ടി, നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ? നിഅമത്തുകൾക്ക് എത്രയാണ് കയ്യും കണക്കുമുള്ളത്? കഴിയില്ലല്ലോ എണ്ണാനും തിട്ടപ്പെടുത്താനും. എന്നിട്ട് നമ്മൾ നമ്മുടെ റബ്ബിനോട് എത്രയാണ് നന്ദികേട് കാണിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് റബ്ബ് ഇത് പറയേണ്ട താമസം അവിടുത്തെ ജീവിതത്തിൽ എത്രയാ നിസ്കരിച്ചത്? എത്ര ദീർഘമായിട്ടാണ് നിസ്കരിച്ചത്? രാവേറെ ചെന്ന് നിസ്കാരം നീണ്ടുപോകുമ്പോഴും കാലിൽ ഇങ്ങനെ നീര് വന്ന് തൂങ്ങുന്നത് കാണുമ്പോ നമ്മുടെ ഉമ്മ വിഷമത്തോടെ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാലിലൊക്കെ നീര് വന്ന് വെറുത്ത് തടിക്കുവോളം ഇങ്ങനെ സുദീർഘമായി നിന്ന് നിസ്കരിക്കുന്നതെന്തിനെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, അഫലാകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടതില്ലയോ? എനിക്ക് അല്ലാഹ് അത്രയും തന്നിട്ടുണ്ട്, ഞാൻ ശുക്ർ ചെയ്യണ്ടേ എന്നാണ്. അത്രത്തോളം നിസ്കരിച്ച നബിയാണ്, അത്രത്തോളം അറവ് നടത്തിയ നബിയാണ്. അതേ, അവിടുന്നതാ 100 ഒട്ടകങ്ങളെ 63 എണ്ണത്തെയും സ്വന്തം കൈകൾ കൊണ്ട് അറുത്തിട്ടുണ്ട്. അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ വേളയിൽ 63 ഒട്ടകങ്ങളെ സ്വന്തം കൈ കൊണ്ട് ബലിയറുത്ത മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. 100 ബദനായിരുന്നു, 100 ഒട്ടകം, 63 അല്ലാഹുവിന്റെ റസൂൽ അറുത്തത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അവിടുന്ന് അഖീഖ അറുത്തു, ലഹിയത്ത് അറുത്തു, ഹദിയ അറുത്തു, അങ്ങനെ പലതിലും അവിടുന്ന് റബ്ബിന് വേണ്ടി മാത്രമുള്ള ആ നിഅമത്തുകൾക്ക് അവിടുന്ന് ശുക്ർ ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം പറയാണ്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിശ്ചയമായും നബിയെ താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ അവരാണ് വാസ്തവത്തിൽ ഭാവിയില്ലാത്തവർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറ്റപ്പെടുത്തിയിരുന്നു, അബൂജഹൽ കുറ്റപ്പെടുത്തിയിരുന്നു, അബൂലഹബ് കുറ്റപ്പെടുത്തിയിരുന്നു, ആസ് ബിൻ വായിൽ കുറ്റപ്പെടുത്തിയിരുന്നു, ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കുറ്റപ്പെടുത്തിയിരുന്നു, കഅബ് ബിൻ അശ്റഫ് ആക്ഷേപിച്ചിരുന്നു. മുശ്രിക്കിന്റെ ഭരണനേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിച്ചിരുന്നു. എന്തും പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ കാര്യം എന്താ പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയപ്പെടുമ്പോ ആസ് ബിൻ വായിൽ പലപ്പോഴും പറയും, ദഊഹു, അവന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്, അവനൊരു വാലറ്റവനാണ്. അഥവാ ഒറ്റ മക്കളും ജീവിച്ചിട്ടില്ലല്ലോ, ഒരാൺ തരിയും ജീവിച്ചിട്ടില്ലല്ലോ, ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ അപ്പോഴേ കൊഴിഞ്ഞുപോയ ആളല്ലേ, മൂപ്പര മരണത്തോടുകൂടെ മൂപ്പര പ്രസ്ഥാനം തകർന്നു പോകും എന്ന് റസൂലുള്ളാഹിക്ക് ഇങ്ങൊരു വിലയുണ്ടാവില്ല. കാരണം ആൺകുട്ടികളൊക്കെ മരിച്ചു പോവില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് 3 ആൺകുട്ടികളാണ് ഉണ്ടായത്. ഒന്ന് ഖാസിം, ഖദീജ ബീവിയിലാണ് ഉണ്ടായത്, ചെറുപ്പത്തിലേ മരിച്ചുപോയി. രണ്ടാമത്തത് അബ്ദുള്ള, ഖദീജ ബീവിയിലാണ് ഉണ്ടായത്. അതിന് ത്വയ്യിബൂനും താഹിറൂനും വിളിപ്പേരുണ്ടായിരുന്നു. 2 കുട്ടികൾ ഖാസിമും അബ്ദുള്ളയും ഖദീജ ബീവിയിൽ ഉണ്ടായ ആൺകുട്ടികളാണ്. ചെറുപ്പത്തിലെ 2 മരിച്ചുപോയി. പിന്നുണ്ടായത് മദീനയിലേക്ക് പോയതിന്റെ ശേഷം മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഇണയിലാണ് ഇബ്രാഹിം എന്ന കുഞ്ഞുണ്ടായത്. 1 ചില്ലാനും വയസ്സായപ്പോൾ ആ ആൺകുട്ടിയും മരിച്ചു പോയിട്ടുണ്ട്. ആൺകുട്ടികളൊന്നും ജീവിച്ചിട്ടില്ല. മുശ്രിക്കുകൾ ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. മുഹമ്മദിന്റെ ഒരു കാര്യം നോക്കി വലിയ ആളാന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്, നമ്മളെക്കാണൊക്കെ വലിയ ഉത്തമനാന്നാ പറയുന്നത്. ഒരാൺതരി ബാക്കിയുണ്ടോ? നമ്മക്കോ നല്ല കടാക്കടിയന്മാരായ മക്കളെ കണ്ടില്ലേ? ഇയാൾക്ക് എന്താ ഉള്ളത്? ഇയാൾ മരിക്കുന്നതോടുകൂടെ പോയിന്നേ, ഇയാൾ ആകെ തൊലഞ്ഞു പോകും, ആകെ നശിച്ചു പോകും എന്നിങ്ങനെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് കുറ്റം പറയുന്ന ആസ് ബിൻ വായിൽ ഉണ്ടായിരുന്നു, അബൂലഹബ് ഉണ്ടായിരുന്നു, അബൂജഹൽ ഉണ്ടായിരുന്നു, ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഉണ്ടായിരുന്നു, കഅബ് ബിൻ അശ്റഫ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും പലതും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയപ്പോൾ ഒരിക്കലതാ അള്ളാന്റെ റസൂലിന്റെ മോനായ അബ്ദുള്ള മരിച്ചു എന്ന വാർത്ത അയൽവാസിയായ അബൂലഹബ് കേട്ടപ്പോ അവൻ ഓടിച്ചാടി സന്തോഷം പങ്കിടുകയാണ് ഖുറൈശി മുശ്രിക്കുകളോട്. ഉത്തിറ മുഹമ്മദുനിൽ ലൈല, ഇന്നത്തെ രാത്രിയോടെ മുഹമ്മദ് പറ്റ വാലറ്റവനായി പോയി. അബ്തർ എന്ന് പറയുന്നത് മൃഗത്തിനെ കുറിച്ച് പറയുമ്പോൾ വാലില്ലാത്ത മൃഗം, ആർക്കും വേണ്ടാത്ത സാധനമാണ്. വാല് മുറിഞ്ഞാൽ പിന്നെ ആർക്കും നോക്കൂല. മനുഷ്യനെ പറ്റി പറയാനാണ്. അനന്തരാവകാശികളൊന്നും ഇല്ലാതെ ഒരാളും മരിച്ചു പോകുകയാണ്. കുട്ടികളൊന്നുമില്ല, ആൺകുട്ടികളൊന്നുമില്ല, അയാൾ അബ്തർ എന്ന് പറയും. ആരും അവകാശികളില്ല. ഈ പൊട്ടന്മാര് വിചാരിച്ചത് പേരും പ്രശസ്തിയും ഒക്കെ മക്കളുണ്ടായാലാണെന്ന് അവർ വിചാരിച്ചത്. അല്ലാഹു തആല അതിന് മറുപടി കൊടുക്കുകയാണ്, ഇന്നശാനി അകാ, നിശ്ചയമായും നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ ഹുവൽ അബ്തറു, അവനാണ് വാസ്തവത്തിൽ ഭാവിയിൽ പേരില്ലാത്തവൻ. നബിയേ, നിങ്ങൾക്കല്ല പേര് നഷ്ടപ്പെടുക, നിങ്ങളുടെ പേര് നാം ഉയർത്തി തന്നിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക, അതേ ലോകത്തുള്ള മിനാരങ്ങളിൽ നിന്ന് മുഴുവനും 5 നേരവും അതാ പേര് പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ പറയപ്പെടുന്നു, ഇഖാമത്തുകളിൽ പറയപ്പെടുന്നു, നിസ്കാരത്തിന്റെ തശഹുദിൽ അത്തഹിയാത്തിൽ പറയപ്പെടുന്നു, ലോകത്തുള്ള സർവ്വ മിമ്പറുകളിൽ വെച്ചും ഖതീബുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാസംഗികന്മാർ അവരുടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ധാരാളം സന്ദർഭങ്ങളിലൂടെ മുത്ത് മുസ്തഫയുടെ പേരങ്ങനെ വിളിച്ചു പറയുകയാണ്. ഒരാൺതരിയും ബാക്കിയില്ലാതെ തന്നെ ലോകത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ റബ്ബ് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആക്ഷേപിച്ചവരോ, ആസ് ബിൻ വായിലിന് വല്ല പേരുമുണ്ടോ? അബൂജഹലിൽ നിന്ന് വല്ല പേരുമുണ്ടോ? അബൂലഹബ് ചരിത്രത്തിൽ ഓർക്കപ്പെടുന്നുണ്ടോ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഓർക്കപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ കഅബ് ബിൻ അശ്റഫ് ഓർക്കപ്പെടുന്നുണ്ടോ? ഓർക്കുന്നെങ്കിൽ തന്നെ ഈർഷ്യതയോടെ, ദേഷ്യത്തോടെ, കോപത്തോടെ അല്ലാതെ അവരെ ആരെങ്കിലും ഓർക്കാറുണ്ടോ ബഹുമാനത്തോടെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിച്ച അവരാണ് വാസ്തവത്തിൽ ഭാവിയില്ലാത്തവര്. നമ്മൾ മനസ്സിലാക്കണം. അവര് വിചാരിച്ചു എന്താ, കുട്ടികളൊക്കെ ഉള്ളവരാണ്, മക്കളൊന്നുമില്ലാതെയായ മോശായി എന്നാണോ വിചാരിക്കുന്നത്? ചരിത്രത്തിൽ എത്ര വലിയ പണ്ഡിതന്മാരാണ്, ഒരു മക്കളെയും അവർക്കല്ല കൊടുത്തിട്ടില്ല, ഒരുപക്ഷെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലോകമെന്നും ഓർക്കുന്ന മഹാനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ 2ാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ലോകം ഓർക്കുന്ന മഹാനായ പണ്ഡിതനാണ്. മക്കളുണ്ടായിട്ടാണോ അവരെയൊക്കെ ഓർക്കപ്പെടുന്നത്? എത്ര വലിയ ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി, മഹാരഥന്മാർ. അവരെ ഇന്നും ലോക മുസ്ലിമീങ്ങൾ ബഹുമാനത്തോടെ ഓർക്കുകയാണ്. മക്കളുണ്ടായിട്ടല്ല. ഒരു മനുഷ്യന്റെ പേരും പ്രശസ്തിയും ഖ്യാതിയും ഒക്കെ നിലനിൽക്കുന്നത് അതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള നന്മകളുടെ കാരണമായിട്ടാണ് പേരുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാ അവർക്ക് മഹത്വം കിട്ടിയത്.
ഈ വിഡ്ഢികൾ മനസ്സിലാക്കിയത് മുഹമ്മദിന് പേരുണ്ടാവില്ല, കാരണം ആൺകുട്ടികളൊന്നുമില്ലല്ലോ, പിന്നെ പെൺകുട്ടികളാണ്. ജീവിതകാലത്തൊക്കെ ഏതാണ്ട് മരിച്ചുപോയി. റുഖിയ ബീവി ഒരു മകളായിരുന്നു, ഉമ്മു കുൽസൂം ബീവി മകളായിരുന്നു, സൈനബ ബീവി മകളായിരുന്നു, ഫാത്തിമ ബീവി മകളായിരുന്നു. ഈ 4 പെൺമക്കൾ ഉണ്ടായത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. 3 പെൺമക്കളും, ഫാത്തിമ ഒഴികെയുള്ള 3 പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ വഫാത്തായ പെൺകുട്ടികളാണ്. ഒരൊറ്റ മകളെ മരിക്കുമ്പോൾ ഉള്ളൂ, അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. എന്നിട്ട് ഇപ്പൊ ലോകത്ത് എന്താ ഉള്ളത്? അവിടത്തേക്ക് വല്ല കുറവുണ്ടോ? അതുകൊണ്ടാ പറയുന്നത് ഇന്നശാനിഅക ഹുവൽ അബ്തർ. ചിലപ്പോൾ ആളുകൾ മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടാറുണ്ട്. എന്താ സങ്കടപ്പെടാനുള്ളത്? മക്കളുള്ളവരെത്ര ആൾ ദുഃഖിക്കുന്നുണ്ട്, മക്കളുള്ള ആളുകൾ എത്ര സങ്കടപ്പെടുന്നുണ്ട്. അള്ളാഹുവാണ് ഓരോരുത്തർക്കും നൽകുന്നത്. ആർക്ക് കൊടുക്കണം, ആർക്ക് എത്ര കൊടുക്കണം, ആർക്ക് തീരെ കൊടുക്കണ്ട, ആർക്ക് ആൺകുട്ടികളെ കൊടുക്കണം, ആർക്ക് പെൺമക്കളെ കൊടുക്കണം, ആർക്ക് ഇടകലർത്തി കൊടുക്കണം, അതൊക്കെ റബ്ബാ തീരുമാനിക്കുന്നത്. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി, കൂടുതൽ മക്കളുള്ളവര് എന്നല്ല, കൂടുതൽ സമ്പത്തുള്ളവര് എന്നല്ല, കൂടുതൽ ഭംഗിയുള്ളവര് എന്നുമല്ല, കൂടുതൽ സ്വാധീനമുള്ളവര് എന്നുമല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യനാരാണ്? അത്ഖാക്കും, ഏറ്റവും പടച്ചവനെ പേടിയുള്ളവരാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സമാധാനിപ്പിക്കാൻ തീർന്നില്ല സുഹൃത്തുക്കളെ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ വേറൊരു വ്യാഖ്യാനം കൂടി കൊടുത്തു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വാചകം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഐ ഇന്നബു ബിഗിലക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ, വമുബഗില മാ ജിഅത ബിഹി മിനൽ ഹുദാ വൽ ഹഖ് വൽ ബുർഹാനി സാതിഇ വന്നൂരിൽ മുബീൻ ഹുവൽ അബ്തറുൽ അഖല്ലുൽ അദല്ലുൽ മുൻഖതിഉ ദിക്റുഹു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ആദർശമാണ്, ആശയമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? നിങ്ങളോട് ദേഷ്യം വെക്കുക. അപ്പൊ അള്ളാന്റെ റസൂലിനോട് ദേഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ വ്യക്തിപരമായിട്ട് ദേഷ്യം വെക്കൽ മാത്രമല്ല. ശരിക്കും മനസ്സിലാക്കിക്കോളിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാമികമായ ആദർശത്തിലെ ഏതെങ്കിലും ഒരു ഹുദയോട്, ഏതെങ്കിലും ഒരു സത്യത്തോട്, ഏതെങ്കിലും ഒരു പ്രമാണത്തോട്, ഏതെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച ഒരു പ്രകാശത്തോട് ആർക്കെങ്കിലും വല്ല ഈർഷ്യതയും വിദ്വേഷവും മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ അവനും നിന്ദ്യനാണ്, അവനും ഹുവൽ അബ്തർ, അവൻ നിന്ദ്യനാണ്, അല്ലദൽ, അവൻ ഏറ്റവും നീചനാണ്, നികൃഷ്ടനാണ് എന്നുകൂടി ഇതിന്റെ അർത്ഥമുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ച മധ്യേ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഗൗരവത്തോടുകൂടെ പേടിക്കണം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ആ ദീനിനോട് ഒരിക്കലും വെറുപ്പുണ്ടാകരുത്. അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യത്തോടും മാനസികമായിട്ട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു പോകരുത്, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകരുത്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസൊക്കെ തന്നെയാണ്, പക്ഷെ ആ ഹദീസ് ഞാൻ നിഷേധിക്കും, എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ബുഖാരി പറഞ്ഞാലും വേണ്ടില്ല, മുസ്ലിം പറഞ്ഞാലും വേണ്ടില്ല, തോട്ടിൽ കെറിഞ്ഞോളണം, ഞങ്ങൾ അതൊന്നും അംഗീകരിക്കൂല, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസോ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന ഒരുപാട് ഹദീസ് നിഷേധികൾ ലോകത്ത് വരുന്നുണ്ട്. അവര് നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ട്, അവര് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പുകളിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. കുടുങ്ങിപ്പോകരുത്. ഹദീസ് നിഷേധികളായ, സ്വഹാബത്തിനെ ചീത്ത പറയുന്ന, അതുപോലെ തന്നെ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ നടത്തുന്ന എന്തും ഫോർവേഡ് ചെയ്യണ്ട, കിട്ടുന്നത് എന്തും വാരി വിഴുങ്ങണ്ട, എന്തും സെൻഡ് ചെയ്യണ്ട. പരിശോധിച്ചോളൂ എവിടുന്നാ ഇൽമു പഠിക്കുന്നത്, എവിടുന്നാ ഇൽമു പഠിക്കുന്നത് എന്ന് ശരിക്ക് പരിശോധിച്ചിട്ടേ ഉൾക്കൊള്ളാവൂ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ ആരാണെങ്കിലും അവൻ അബ്തറാണ്, നിന്ദ്യനാണ്, അല്ലദൽ അല്ലഖൽ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്, അവന് ഭാവിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൃത്യമായ പഠനങ്ങൾ നടക്കട്ടെ, കൃത്യമായ നിലക്കുള്ള അധ്യാപനങ്ങൾ നടക്കട്ടെ. വിശുദ്ധമായ ഇസ്ലാമികമായ കാര്യങ്ങളെ ഇപ്പൊ 3 കൊച്ചു ആയത്തുകളാണിത്, നമ്മൾ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, നമ്മളോടൊക്കെ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ നമ്മൾ?